ഇന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സംഭവം നടന്ന ദിവസമാണ്. ഞങ്ങൾ ഇന്ന് ട്രിവാൻഡ്രം ലുലു പോയിട്ടുണ്ടായിരുന്നു. ആണ് ഞങ്ങൾ അറിഞ്ഞത് അവിടെ സൂര്യ വരുന്നുണ്ടെന്ന്. ഈ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? എനിക്കെന്തായാലും മനസ്സിലായില്ല. ഇത് സൂര്യ കാണാൻ വേണ്ടി ഓടുന്ന ഓട്ടമാണ്. റീസെൻ്റ്ലി ഇറങ്ങിയ റെട്രോ മൂവീൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് സൂര്യ വരുന്നത്. സൂര്യ മാത്രമല്ല, ജയറാമേട്ടനും ജോജി ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 6 മണിയോടുകൂടി അവിടെ എത്തി. എന്നാൽ നമുക്ക് പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറത്തെ വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങൾക്ക് എന്തായാലും പാർക്കിംഗ് കിട്ടി. ഷോ 6 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ സൂര്യ വരാൻ ഒരു 7-7:30 ആയി. അതുവരെ കുറേ പാട്ട്, ഡാൻസ് അങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ബോറടിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് സൂര്യ വന്ന ഉടനെ തന്നെ ഒന്ന് സ്റ്റേജിൽ കയറി കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞ് പിന്നെയും കുറേ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും അവിടെ നിന്ന് ബോറടിക്കുമായിരുന്നു. ഞങ്ങളവിടെ എത്തിയതിന് ശേഷം മിനിമം ഒരു 5-6 എയർപ്ലെയിൻസ് എങ്കിലും പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഫൈനലി റെട്രോ മൂവീൻ്റെ ആ ഒരു സോങ്ങില്ലേ, അതിന് പെർഫോം ചെയ്ത കുട്ടികളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യ ഒന്നും കൂടി സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി കണ്ടു. അവരോട് നിന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തിട്ട് ആളപ്പം തന്നെ പോയി. പിന്നെയും ഞങ്ങൾ അവിടെ ഒന്ന് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ റെട്രോ മൂവീൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ കാണിച്ചു. അതിനുശേഷം ആ മൂവിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റോൾസ് പ്ലേ ചെയ്ത ആൾക്കാരെയൊക്കെ വിളിച്ചു. ജോജി ചേട്ടൻ ഉണ്ടായിരുന്നു. ജോജി ചേട്ടൻ വന്ന് സംസാരിച്ചു. ജയറാമേട്ടനെ കാണാൻ ഞങ്ങൾ എന്തായാലും നിന്നില്ല. അവിടെ നിന്ന് ബോറടിച്ച് ഇപ്പോഴൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾ നേരെ ലുലുവിൻ്റെ അകത്തേക്ക് പോയി. അവിടെ കുറച്ച് നേരം നിന്ന് ഫൺ ടൂറ് പോയി കുറച്ച് ഗെയിംസ് കളിച്ചു. നന്ദുവും പപ്പും ഒക്കെ ആയിട്ട്. നന്ദു ക്രിക്കറ്റിൻ്റെ ഭയങ്കര ഫാനാണ്. എസ്പെഷ്യലി IPL എപ്പോഴും RCB എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി നടന്നു. സമയം ശരിക്കും വൈകിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വിശക്കാനും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു.